ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ പൊട്ടിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ലക്ഷദ്വീപിലെ ഒട്ടുമിക്ക വീടുകളിലും എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു വിഭവം കൂടിയാണിത്. ഈ മീൻ പൊട്ടിച്ചത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മീൻ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ വാലാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം അത്യാവശ്യം വലിയ ഒരു കടായി അല്ലെങ്കിൽ മീൻ കറിയൊക്കെ വെക്കുന്ന ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് അരച്ച മുളക്, പിന്നെ സുർക്ക, പൊടിമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും എപ്പോഴും നമ്മൾ ഈ അരച്ച മുളകാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത്രയും മീൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പിടുക. അതിനുശേഷം കുറച്ച് ചതച്ച വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ ഈ മുളക് അരയ്ക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഈ വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടിൽ അരച്ചിരിക്കുന്ന ഈ മുളകിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ കറിവേപ്പില ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് കുറച്ചുകൂടി വെള്ളം എനിക്ക് തോന്നുന്നു ഇതിൽ പോരാ എന്നാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ഇതുവരെയും നമ്മളെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റൗ ഇപ്പോഴാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റൗ കത്തിക്കും. കത്തിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ പാരും. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏത് എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അവരവർക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കുക. പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ അടിപൊളിയായിട്ടുള്ള മീൻ പൊട്ടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ചാറോട് കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് തേങ്ങാച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുക. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള തനത് ലക്ഷദ്വീപ് വിഭവങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വരേക്കും ബായ്.